കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ രാത്രി സമയം കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവപാദപീഠത്തിലായിരിക്കാൻ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിൽ തുടർന്ന് ആയിരിക്കാം. വിശേഷിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം മനസ്സിലാക്കുവാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. എല്ലാ കാര്യങ്ങളും വ്യക്തമായില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു ബേസിസ്, അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കർത്താവ് ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭമായിട്ട് ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് ക്ലിയർ ചെയ്തു പോകുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ആ ചോദ്യം എസൻഷ്യലി ഒന്ന് തന്നെയാണ്: പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാമോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്തോത്രം ചെയ്യാമോ, മഹത്വപ്പെടുത്താമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അത് വളരെ ന്യായമായ, വളരെ വ്യക്തമാകുന്ന ആയ ഒരു ചോദ്യമാണ്. നമുക്കറിയാം, നമ്മൾ ഇതുവരെയും പഠിച്ച വിഷയങ്ങളുടെ വെളിച്ചത്തിൽ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായി ദൈവം മാത്രമേ ഉള്ളൂ. നമുക്കതറിയാം. നാം പഠിച്ച വിഷയങ്ങൾ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം എന്നുള്ളതാകുന്ന ഗോഡ്, the one being of God is equally and eternally shared by the Father, Son and the Holy Spirit. ദൈവം, ആ ദൈവം എന്നുള്ള ആ സത്ത, അല്ലെങ്കിൽ ആ സാരാംശം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് പേഴ്സൺസ് നിത്യമായും തുല്യമായും they share it eternally. എന്ന് പറഞ്ഞാൽ പിതാവും ദൈവം, ഏകദൈവ വിശ്വാസം നമ്മൾ എംഫസൈസ് ചെയ്യുമ്പോൾ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ മൂന്ന് പേഴ്സൺസ് അവരൊരുപോലെ ദിവ്യത്വം ഉള്ളവരാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഗോഡ് ഈസ് വർതി ഓഫ് പ്രൈസ്. ദൈവം സ്തുതിക്ക് യോഗ്യനാണെങ്കിൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ദൈവം സ്തുതിക്ക് യോഗ്യനാണ് എന്ന് പറയുമ്പോൾ ആ ദൈവത്തിൽ പരിശുദ്ധാത്മാവും സ്തുതിക്ക് യോഗ്യനാണ്. അത് ദൈവവചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അതേസമയം തന്നെ, ഹാവിങ് സെഡ് ദാറ്റ്, ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദൈവവചനത്തിലുള്ളതാകുന്ന ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ആ കാര്യം വളരെ ക്ലിയർ ആക്കാനായിട്ട് താല്പര്യപ്പെടുക. ദൈവവചനപ്രകാരം ഗോഡ് ഈസ് വർതി ഓഫ് അവർ പ്രൈസ് ആൻഡ് വർഷിപ്പ്, താങ്ക്സ് ഗിവിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് God the Father, God the Son, God the Holy Spirit. No doubt about that. അപ്പോൾ ദൈവം, God exists in three persons, eternally, co-equally. അതാണല്ലോ ട്രിനിറ്റിയുടെ ആശയം. God exists in three persons, eternally and co-equally. അപ്പോൾ
ദൈവം നിത്യനായി, അല്ലെങ്കിൽ ദൈവത്തിൽ നിത്യമായി കോഈക്വലി സമത്വമുള്ളവരായി 3 പേഴ്സൺസ് ദേ എക്സിസ്റ്റ് ഫോർ ഓൾ ഇറ്റേണിറ്റി എന്ന് പറയുമ്പോൾ, ദൈവത്തിന് സ്തുതി, സ്തോത്രം, ബഹുമാനം, പുകഴ്ച അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ക്ലിയറാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്നാൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ ഫോക്കസ്, പൊതുവെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സ്തുതിയിലും സ്തോത്രത്തിലുമൊക്കെ ഫോക്കസ് ചെയ്യുന്നത് പിതാവിനെയും പുത്രനെയും ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ വായിക്കുന്നു, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16, 13 and 14. When he, the Spirit of truth comes, he will glorify me. അപ്പോൾ ആ ഒരു വേദഭാഗം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു അല്പം മുഴക്കമുണ്ട്, അതൊന്ന് കുറച്ച് നന്നായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-14 വാക്യങ്ങൾ എടുത്തവർക്കൊന്ന് വായിക്കാം. ആ ആ ആ ആ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ദ സ്പിരിറ്റ് ഡ്രോസ് അവർ അറ്റൻഷൻ ടു ദ സൺ. അത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ഫിലിപ്പിയർ 3:3, we worship by the Spirit of God and glory in Christ Jesus. So the focus here again, glorifying in Christ, which we do by the Spirit. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ആത്മാവ് കൊണ്ട്, ഒന്ന് വായിക്കാമോ? നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും. നോക്കുക, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നാം ആരാധിക്കുന്നു. അവർ ഫോക്കസ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ സ്പിരിറ്റ്, the third person of the Trinity, Father, Son and the Holy Spirit, ആ പരിശുദ്ധാത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ വണങ്ങുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, he has a helping role in praising God the Father and praising the Son. അല്ലേ? അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഹി എംപവേഴ്സ് അസ്. ഹി എംപവേഴ്സ് അസ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പുത്രനെ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ പുത്രനെ മഹത്വപ്പെടുത്തുന്നു. പുത്രൻ, ഹി ഈസ് ഗ്ലോറിഫൈഡ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ വന്നത് ഞാൻ നിങ്ങളുടെ മുൻപാകെ വെക്കുവാനായിരിക്കുന്നു ആഗ്രഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ 3 പേഴ്സൺസ് ഓഫ് ദ ട്രയൂൺ ഗോഡ് ഹെഡ് എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പുത്രനിലേക്ക് നമ്മുടെ ഫോക്കസ് നയിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സോ ഇൻ നത്തിങ് റോങ്, അതായത് നമുക്കറിയാമല്ലോ പഴയ ഈ ഓൾഡ് ലിറ്റർജി അത് തെറ്റൊന്നുമല്ല കേട്ടോ, അത് ശരിയാണ്. പിതാവിനും പുത്രനും അവർ പറയുന്ന പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദാറ്റ്സ് നോട്ട് റോങ് അക്കോർഡിംഗ് ടു ദ വേർഡ്. റൂഹ് എന്ന് പറയുന്നത്
എബ്രായ പദത്തിൽ നിന്ന് റൂഹ്, സ്പിരിറ്റ് എന്നുള്ള ആ ഒരു പദം ആ ലിറ്റർജിയിൽ അവർ ഉപയോഗിച്ചേക്കുന്നതേ ഉള്ളൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓക്കെ, അത് തെറ്റൊന്നുമില്ല. ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് ദാറ്റ് ഈസ് നോട്ട് റോങ്. എന്നാൽ നമ്മളിത് ദൈവവചനത്തിൽ കാണുന്നു, നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറയുന്നു, അവൻ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതിനാൽ എന്നെ മഹിമപ്പെടുത്തുന്നു. ഓക്കെ, അത് ഏറെക്കുറെ വ്യക്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. Can we pray to the Holy Spirit? അതിൻ്റെയും മറുപടി, when we make prayer to one person of the Trinity, we pray to all the persons of the Trinity. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാകുന്നു. സോ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ ഇൻ ഇഫക്റ്റ്, വെൻ യു പ്രേ, ഫോർ എക്സാമ്പിൾ, പ്രേ ടു ദ ഫാദർ, യു പ്രേ ടു ദ സൺ, and you pray also to the Holy Spirit. No distinction there because they are one. Okay, ഇനി അതിന് ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 7:59. അപ്പോസ്തല പ്രവൃത്തി 7:51. സ്തേഫാനോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നോക്കുക, അപ്പോൾ അവിടെ ആരോടാ പ്രാർത്ഥിച്ചത്? യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ കർത്താവ് എന്നാ പഠിപ്പിച്ചത്? എൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇൻ അതർ വേർഡ്, ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ഇഫക്റ്റ് ഹി വാസ് ഓൾസോ പ്രേയിങ് to the Father and to the Son and to the Holy Spirit. അപ്പോൾ ആ അർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനോട്, God the Holy Spirit help me, nothing wrong in that. ദൈവവചന പ്രകാരം അത് തെറ്റല്ല. എന്നാൽ അതേസമയം തന്നെ നമ്മൾ എഫേസ്യർ 5:21 വായിച്ചേ. കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളി. നോക്കുക, നാം കർത്താവിൻ്റെ നാമത്തിൽ പിതാവായവൻ എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ഇനിയും എഫേസ്യ ലേഖനം 2:18 ഒന്ന് വായിച്ചോളൂ. 2:18. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അവൻ മുഖാന്തരം, യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ. Again, in prayer, God the Holy Spirit helps us in prayer. So when you pray in the name of the Son to the Father, we are praying in the Spirit. In other words, the Spirit helps us pray effectively. നന്നായി പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടല്ലേ റോമാലേഖനം 8:26 ഒന്ന് വായിച്ചോളൂ. അവണ്ണം
തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ശ്രദ്ധിച്ചേ. സോ അഗെയിൻ, all three persons of the Trinity are active or actively involved when we pray. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ that includes all the persons of the triune God. ത്രിയേക ദൈവത്തിലെ ആ 3 വ്യക്തികളോടുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ആ ത്രിയേക ദൈവം ഹൗ ഇൻ അവർ പ്രയർ ലൈഫ് ഹീ ഈസ് ഇൻവോൾവ്, അത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സോ ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് പ്രൈസിങ് the Spirit and praying to the Spirit in and of itself is not wrong, but we see the pattern in the Bible how we praise and how we pray. അത് വ്യക്തമായെന്ന എൻ്റെ ചിന്ത. ഓക്കെ, ആ കാര്യം വ്യക്തമായി. ഓക്കെ, നമുക്ക് അതുകൊണ്ട് എന്നാൽ നമ്മൾ ഡിസ്കറേജ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരാളിനോട് പറഞ്ഞ് ഞാൻ 1 മണിക്കൂർ പിതാവിനോട്, 1 മണിക്കൂർ പുത്രനോട്, 1 മണിക്കൂർ, അങ്ങനൊന്നും നമ്മൾ കാണുന്നില്ല. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ വാട്ട് ഈസ് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. എന്ന് പറഞ്ഞാൽ ഈക്വലി എന്ന് പറഞ്ഞാൽ ഒരാളോട് ഇച്ചിരി കൂടുതൽ പ്രാർത്ഥിച്ചാൽ മറ്റേ ആൾ ഏതാണ്ട് പിണങ്ങുമെന്ന പോലുള്ള രീതിയിലാണ്. അങ്ങനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ രക്ഷയിലും നമ്മുടെ വിശുദ്ധീകരണത്തിലും എല്ലാ കാര്യത്തിലും ആ ത്രിയേക ദൈവം ഇൻവോൾവാണ്. മനസ്സിലാക്കണം, അവിടുന്ന് സമ്പൂർണമായി ഇൻവോൾവാണ്. അതിലപ്പുറമായിട്ട് ആ കാര്യങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ ഓവർ എംഫസൈസ് ചെയ്യുമ്പോൾ ഈ അവിടെ പ്രശ്നം എവിടെ വരുന്നതെന്നറിയാമോ? when one truth is over emphasized against another truth, that becomes a wrong teaching. See, സത്യമായ കാര്യം തന്നെ when you over emphasize, അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മറ്റ് സത്യങ്ങളുടെ എക്സ്പെൻസിൽ ഒരു സത്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ദുരുപദേശമാകും. അവിടെയാണ് നമുക്ക് ബാലൻസ് വേണ്ടത്. ഓക്കെ, ആ കാര്യം ക്ലിയറാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് ഈ ആഴ്ചയിൽ നമുക്ക് എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടെന്നറിയാം. എങ്കിലും നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരാത്തവർ ചോദിക്കും എന്തിനാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതെന്ന്. വരികയില്ല, വേറൊരു വിഷയം. അതുകൊണ്ട് വരാത്തവരാണ് ചോദിക്കുന്നത്. എന്തൊരു തീക്ഷ്ണതയാണെന്നറിയാമോ? ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് എന്നാ ക്യാൻസൽ ചെയ്തേ, എന്നാൽ ഉള്ള മീറ്റിങ്ങുകൾക്ക് വരത്തുമില്ല. അങ്ങനെ ഒരു കുഴപ്പം നമുക്കുണ്ട്. എനിവേ, നമുക്ക് മുൻപോട്ട് പോകാം. ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയത്തിൽ നിന്നും അല്പം ചില കാര്യങ്ങൾ തുടർന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ ദൈവവചനം അത് ഉള്ളതുപോലെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ നമുക്ക് മാറിക്കിട്ടും. ഇത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം the personal distinctions and relations, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ വ്യത്യസ്തത വേദപുസ്തകം കീപ്പ് ചെയ്യുന്നുണ്ട്. പിതാവ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഫാദർ ഈസ് നോട്ട് ദ സൺ, സൺ ഈസ് നോട്ട് ദ സ്പിരിറ്റ്.
ഓക്കെ, ആ ഒരു വ്യത്യസ്തത വേദപുസ്തകം വ്യക്തമായിട്ട് നിലനിർത്തുന്നുണ്ട്. അങ്ങനെ നിലനിർത്തുമ്പോൾ തന്നെ ആ 3 പേഴ്സൺസ് തമ്മിലുള്ള ആ ബന്ധങ്ങൾ, അതെന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. Though God's word reveals the deity of the Father, the Son, and the Holy Spirit, it does not permit us to view them as 3 modes or manifestations of one divine person. Okay? ദൈവവചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദിവ്യത്വം, they are equally God, they exist eternally, co-equally, നിത്യമായി സമത്വമുള്ളവരായി എന്നേക്കും നിലനിൽക്കുന്നു. അതാ ദൈവവചനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദിവ്യത്വം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരെ ഒരു ദൈവിക വ്യക്തിയുടെ 3 അവസ്ഥകളോ പ്രകടനങ്ങളോ മോഡ്സ് ഓർ മാനിഫെസ്റ്റേഷൻസ് ആയി കാണാൻ അത് നമ്മെ അനുവദിക്കുന്നില്ല. അതായത് ഈ മോഡലിസം എന്ന ഉപദേശം ദൈവവചനപ്രകാരം നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സൺഡേ സ്കൂൾ പാഠാവലിയിൽ തന്നെ ഈ പരമ അബദ്ധം എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എംഫസൈസ് ചെയ്തേ പറ്റൂ. അതിവിടെങ്ങാനും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്നെ കാണണം. വി നീഡ് ടു സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. കാരണം അത് തെറ്റാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ അത് കടന്നുകൂടിയെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. മോഡലിസം, അതായത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ H2O എന്തുവാ? വെള്ളം, വാട്ടർ. H2Oയുടെ 3 ഫോംസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് 3 മോഡ്സ്: ലിക്വിഡ്, ഐസ് ആൻഡ് വേപ്പർ. അപ്പം പെട്ടെന്ന് പറയുന്നുണ്ടേ തോന്നുന്നു ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയൊരു ഇലസ്ട്രേഷനാണെന്ന് തോന്നും. പക്ഷേ അല്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഒരേ സമയം ഇത് 3ഉം 3ആയിട്ട് നിലനിൽക്കുന്നില്ല. ഒരേ സമയം ഒന്നായിട്ടേ നിലനിൽക്കുന്നുള്ളൂ. ഒന്നീ വേപ്പറാണ്, അല്ലെ ഐസാണ്, അല്ലെ ലിക്വിഡാണ്. ഒരേ സമയം ലിക്വിഡ്, ഐസ് ആൻഡ് വേപ്പറായിട്ട് നിൽക്കുകയല്ല H2O. ഒന്നുകിൽ ഐസ്, ഒന്നുകിൽ വേപ്പർ, അല്ലെങ്കിൽ ഒന്നുകിൽ അത് ലിക്വിഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ സൃഷ്ടിയിൽ യാതൊന്നും ദൈവത്തെ ഇലുസ്ട്രേറ്റ് ചെയ്യാനായിട്ടില്ല. സൃഷ്ടി എപ്പോഴും സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടികർത്താവാണ്. അപ്പോൾ സൃഷ്ടികർത്താവായ ദൈവത്തെ ഇലുസ്ട്രേറ്റ് ചെയ്യുവാനായിട്ട് ലോകത്തിൽ ഒന്നുമില്ല. പിന്നെ ചില റിലേഷൻസിൽ ചില എന്താ പറയുന്ന വി സീ ട്രേസസ് ഓഫ് ദ ട്രിനിറ്റി ഇൻ അവർ റിലേഷൻസ്. നമ്മുടെ ബന്ധങ്ങളിൽ ത്രിയേക ദൈവത്തിൻ്റെ ആ ട്രേസസ് നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദിവ്യത്വം വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അവരെ ഒരു ദൈവിക വ്യക്തിയുടെ 3 അവസ്ഥകളോ പ്രകടനങ്ങളോ മാനിഫെസ്റ്റേഷൻസോ ആയി കാണാൻ അത് നമ്മെ അനുവദിക്കുന്നില്ല. ടു ബി ഷുവർ, നിങ്ങൾക്കത് വായിക്കാമോ എന്ന് എനിക്കറിയില്ല. To be sure, we have seen that there is one God and thus one divine nature or essence. However, the Holy Scriptures reveal that the one God subsists as 3 persons. One God subsist.
as three persons. Okay. ഏകദൈവം മാത്രം. അങ്ങനെ ഒരു ദൈവിക സ്വഭാവം അല്ലെങ്കിൽ സാരാംശം, ഒരു ദൈവിക സാരാംശം അല്ലെങ്കിൽ ദൈവിക സ്വഭാവം എങ്കിലും വിശുദ്ധ തിരുവെഴുത്തുകൾ വെളിപ്പെടുത്തുന്നത് ഏകദൈവം 3 വ്യക്തികളായി നിലനിൽക്കുന്നു. ഓക്കെ. We can distinguish between the divine substance or essence and the eternal relations that each divine person has with the others in God. ദൈവിക സാരാംശവും ഓരോ ദൈവിക വ്യക്തിക്കും മറ്റുള്ളവരോടുള്ള ശാശ്വതമായ ബന്ധങ്ങളും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. ഞാൻ ചില some basic biblical truths concerning distinctions and relations of the three persons of the Trinity. അടിസ്ഥാനപരമായിട്ട് ഈ ദൈവിക ത്രിയേകത്വത്തിലെ ആ വ്യതിരിക്തതയും അല്ലെങ്കിൽ വ്യത്യസ്തതയും ബന്ധങ്ങളും എങ്ങനെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നമുക്കതൊന്ന് ചിന്തിക്കാം. എനിക്കറിയാം, ഞാൻ മുൻപോട്ട് വളരെ പെട്ടെന്ന് വന്നു, ആ സ്ലൈഡുകളൊന്നും എഴുതിയെടുക്കുന്നവർക്ക് കഴിഞ്ഞില്ല, എങ്കിലും പിന്നീട് അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. The Holy Scriptures show us that the Son is not the Father. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ മോഡലിസം എന്നുള്ള ഉപദേശം ഒരിക്കലും വേദപുസ്തകത്തിലെ വചനങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഈ വേദഭാഗങ്ങളാണ്. ഒന്നാമത്, God the Father is often said to have sent Christ into the world, അല്ലേ? Showing the two to be distinct. അപ്പോൾ പിതാവ് പുത്രനെ ലോകത്തിൽ അയച്ചു എന്ന് വേദപുസ്തകം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ 2 വ്യക്തികളാണെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ 1 person sending, അല്ലെങ്കിൽ യൂണിറ്റേറിയൻസ് പറയുന്ന പോലെ ദ ഡിവൈൻ ജീസസ് സെൻഡിങ് ദ ഹ്യൂമൻ ജീസസ് എന്നോ എന്തൊക്കെയാണെന്ന് അവർ പറയുന്നത് എനിക്ക് അറിയില്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേ. ഓക്കെ. ഈ വ്യത്യസ്തതയും റിലേഷൻസും നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. മത്തായി 10:40. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പോൾ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 10:40, 21:37, മർക്കോസ് 9:37, ലൂക്കോസ് 4:18, യോഹന്നാൻ 3:17, 34, 5:23, 24, റോമർ 8:2, ഗലേഷ്യൻസ് 4:4, 1 യോഹന്നാൻ 4:9, 10, 14. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സുവിശേഷത്തിലുടനീളം പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ പിതാവ് പുത്രനെ അയച്ചു എന്നുള്ളത് ആ ഒരു ഡിസ്റ്റിങ്ഷൻ നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണ് വേദപുസ്തകം. ഇനിയും ഈ വേദഭാഗങ്ങൾ ചിന്തിക്കുക. 1, ദ ഫാദർ ലവ്സ് ദ സൺ. പിതാവ് പുത്രനെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. അപ്പോൾ പിതാവും പുത്രനും ഒന്നല്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല പിതാവും പുത്രനും. പിതാവും പുത്രനും ഒന്നാണ്, അത് മറ്റൊരർത്ഥത്തിൽ. എന്നാൽ പിതാവും പുത്രനും ഒരു വ്യക്തിയല്ല, 2 വ്യക്തികൾ, 2 persons. യോഹന്നാൻ 3:35, 5:20.
ഏതെങ്കിലും ഒരു വാക്യം വായിച്ചു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, ആ, സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു. നോക്കുക, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഡിസ്റ്റിങ്ഷൻ, വ്യത്യസ്തത. ആ വ്യത്യസ്തത നിലനിൽക്കുമ്പോൾ തന്നെ പിതാവെന്നും പുത്രനെന്നുമുള്ള ബന്ധം, ഡിസ്റ്റിങ്ഷൻ ആൻഡ് റിലേഷൻ, ഇത് രണ്ടും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. The Father addresses Christ not as me. കാരണം ഞാൻ എന്നെ തന്നെ അയക്കാന്നേ, അത് that doesn't make sense, ഇല്ലേ? The Father addresses Christ not as me but as you, ഇല്ലേ? അതല്ലേ ലൂക്കോസ് 3:22. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ. നീ എൻ്റെ പ്രിയപുത്രൻ. വായിച്ചു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പിതാവ് പുത്രനെ നീ, ഐ ആം സെൻറ്റിങ്, ഐ ആം വെൽ പ്ലീസ്ഡ് ഇൻ യു, നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. മർക്കോസ് 14:36 ആ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പ്രേയിങ് ടു ദ ഫാദർ, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്? പിന്നീട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നല്ലോ, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, ഇല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിലാണ്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്നാ? ആ സെക്കൻഡ് പേഴ്സൺ ഇപ്പോൾ ഇവിടെ എന്തായിരിക്കുന്നു? മനുഷ്യനായി വന്നിരിക്കുന്നു. അപ്പോൾ മനുഷ്യനായി വന്നിരിക്കുന്ന കർത്താവ് പിതാവിനോട് മനുഷ്യനെന്ന നിലയിൽ ഓൺ ബിഹാഫ് ഓഫ് അസ്, കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഏറ്റവും പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ മാതൃക യേശുവിലാണ് നമ്മൾ കാണുന്നത്. ആ മാതൃക മനുഷ്യനായ ക്രിസ്തുവിൽ കാണുന്നു. അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. ഇതേ പ്രയോഗമാണ് നമ്മൾ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ, ഇല്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമാണ്. അപ്പോൾ ഇവിടെ ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ആ വ്യത്യസ്തത നമ്മൾ വായിക്കുകയാണ്. ദ ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ക്രൈസ്റ്റ്. 1 Corinthians 11:3. ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ തല ആരാകുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ഒരു ഓർഡറാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതുകൂടാതെ ദ സൺ ഒബേയ്സ് ഹിസ് ഫാദേഴ്സ് വിൽ, പുത്രൻ പിതാവിൻ്റെ ഹിതം അനുസരിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പിന്നീട് കാണും. പിതാവിനും പുത്രനും 2 ഹിതമാണോ ഉള്ളത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യും. നോ, ദർ ഈസ് ഓൺലി വൺ ഡിവൈൻ വിൽ, ഓൺലി വൺ ഡിവൈൻ വിൽ. അത് തന്നെ ആ ഏകത്വം. നമ്മൾ അനേക വേദഭാഗങ്ങൾ ഇനി ചിന്തിക്കും, ഒരുപാട് വേദഭാഗങ്ങൾ നമ്മൾ എക്സ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. എനിക്ക് ആ വേദഭാഗങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, നമുക്കറിയാം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ദ സൺ ഒബേയ്സ് ഹിസ് ഫാദേഴ്സ് വിൽ, ഫിലിപ്പിയൻസ് 2:8. എബ്രായർ 10:7. ദൈവമേ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന്. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അപ്പോൾ ദ ഫാദർ ഈസ് the head of
Christ and the Son obeys his father's will. പിതാവിൻ്റെ ഹിതം പുത്രൻ അനുസരിക്കുന്നു. യോഹന്നാൻ 17:4 ജീസസ് പറയുന്നത്, I have glorified thee on the earth. ഞാൻ അങ്ങയെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നത്? നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? തികച്ചിരിക്കുന്നു. അപ്പോൾ ഈ വേദഭാഗങ്ങൾ, ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദ ഫാദർ ആൻഡ് ദ സൺ ഹാവ് ആൻ ഐ ദൗ or I-you relationship in which each relates to the other as a distinct person. പിതാവിനും പുത്രനും ഞാൻ നീ എന്ന ഒരു ബന്ധമുണ്ടെന്ന് ഈ വേദഭാഗങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിൽ ഓരോരുത്തരും ഒരു പ്രത്യേക വ്യക്തിയായി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. They are distinct persons, but they are related. Okay, ബന്ധപ്പെട്ടിരിക്കുന്നു. The Bible also makes clear that the Spirit is a divine person. The Bible clearly identifies him as a person, not merely as a divine energy or impersonal force. Okay, ആത്മാവ് ഒരു ദൈവിക വ്യക്തിയാണെന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി വ്യക്തമായി തിരിച്ചറിയിക്കുന്നു. അവിടുന്ന് കേവലം ഒരു ദൈവിക ഊർജമോ വ്യക്തിത്വമില്ലാത്ത ശക്തിയോ അല്ല. പരിശുദ്ധാത്മാവ് just as the Father is a person, just as the Son is a person, the Holy Spirit also is a person. ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് Christ did not describe the Spirit with the impersonal word comfort, but the personal term comforter, and referred to him with masculine pronouns. ക്രിസ്തു ആത്മാവിനെ വിശേഷിപ്പിച്ചത് ആശ്വാസം എന്ന പദം കൊണ്ടല്ല, മറിച്ച് ആശ്വാസപ്രദൻ, സാന്ത്വനിപ്പിക്കുന്ന വ്യക്തി, കംഫോർട്ടർ എന്ന വ്യക്തിഗത പദമാണ്. കൂടാതെ ആ മാസ്കുലിൻ പ്രൊനൗൺസിൽ അല്ലെങ്കിൽ പുരുഷ സർവനാമങ്ങളാൽ പരിശുദ്ധാത്മാവിനെ പരാമർശിക്കുന്നു. ഈ വേദഭാഗങ്ങളെല്ലാം നമുക്കത് വായിക്കാനാണ്. ഞാൻ ഈ വേദഭാഗങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വായിച്ചോളൂ. യോഹന്നാൻ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ, അനദർ കംഫോർട്ടർ അല്ലേ, മറ്റൊരു. വളരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഈ മോഡലിസത്തിന് യാതൊരു ബിബ്ലിക്കൽ ഫൗണ്ടേഷനും ഇല്ല. ദൈവവചനപ്രകാരം ഈ മോഡലിസം എന്ന് പറയുന്ന തെറ്റായ ആ ദുരുപദേശത്തിന് ഒരു ബേസിസും ഇല്ല. കാരണം ഇറ്റ് ഈസ് വെരി ഡിസ്റ്റിങ്ക്റ്റ്. അതിൻ്റെ 26 വായിച്ചേ, യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അറിയിപ്പാനുള്ള അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് എൻ്റെ നാമത്തിൽ പിതാവ് അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. ഇനി 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി. അവിടെ കർത്താവ് പറയാ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള. 16:7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആസ് എ ഹ്യൂമൻ ബീയിങ് കർത്താവ് ഇവിടെ മരിക്കണം, അടക്കപ്പെടണം, സ്വർഗാരോഹണം ചെയ്യണം. അതാ ഞാൻ പോകുന്നത് എന്ന് കർത്താവ് പറയുന്നത്. ഓക്കെ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുമ്പോൾ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അതിന്റെ 13-14 കൂടെ വായിച്ചു. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നോക്കിയേ, സത്യത്തിന്റെ ആത്മാവ് എന്തുകൊണ്ടാണ് പ്രയോജനമെന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാര്യം? അതിൻ്റെ കാരണം സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും
അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ദൈവവചനത്തിന് നിരക്കാത്ത യാതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് ഉള്ളതല്ല. അല്ല. ഒരിക്കൽ ഒരാൾ പറഞ്ഞൊരു കാര്യം, അവിടുത്തെ നാത്തൂൻ മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞ, അപ്പൻ ഒരു പാസ്റ്ററാണ്. നാത്തൂൻ പറയാ, ആത്മാവ പപ്പായോട് പറഞ്ഞു അവളെ അല്ലായിരുന്നു ആങ്ങളയ്ക്ക്. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പറയുന്നത് ബുദ്ധിമുട്ട് തോന്നരുത്, ആ ആത്മാവ് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ് ആണ് ഞാൻ പറഞ്ഞു. സി, അപ്പോൾ ദാറ്റ് ദൈവവചനത്തിന് വിരുദ്ധമായി പറയുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 14:26, 15:26, 16:8, 13 ഈ വാക്യങ്ങളെല്ലാം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നു, നമ്മളെ വഴി നടത്തുന്നു, പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ റിപ്രൂവ് ചെയ്യുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകളാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനായി കഴിയും. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അന്യോന്യം ആ ഏകദൈവത്തിൽ ഇറ്റേണലി ഇൻസെപ്പറബിളി വേർതിരിപ്പാൻ കഴിയാത്തതുപോലെ ബന്ധപ്പെട്ടിരിക്കുമ്പോഴും ദേ ആർ 3 persons according to the scripture. ഓക്കെ, അതാണ് നമ്മളിന്ന് കണ്ടത്. വ്യക്തിപരമായ ബന്ധങ്ങളും വ്യത്യസ്തതയും, റിലേഷൻസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻസ്. സോ ഇത് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്, ദിസ് ഈസ് എ ക്ലാസ് ടു അണ്ടർലൈൻ ദ ഫാക്ട് ദാറ്റ് ദർ ആർ 3 persons in the divine in one divine essence. ഏക ദൈവിക സാരാംശത്തിൽ 3 ദൈവിക വ്യക്തികൾ ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ബൈബിൾ ടീച്ചേഴ്സ് ദാറ്റ്. അത് അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. ഈ ത്രിയേക ഉപദേശം എന്ന പഠിപ്പിക്കൽ മാത്രമേ ബൈബിളിൽ ചേർന്ന് വരികയുള്ളൂ. വേറെ ഒരു ഉപദേശവും ഇറ്റ് ഡസൻ ഫിറ്റ് ഇൻ ആകെയില്ല. കാരണം ബൈബിൾ ഈസ് വെരി ക്ലിയർ. സോ ഏകദൈവം 3 വ്യക്തികൾ, കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ, നിത്യമായും സമത്വമുള്ളവരായി നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമല്ലയോ എന്നാണ് ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളാരാ? ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ കാണുന്നു. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് സമ്പൂർണമായും ദൈവം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അനേക വേദഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരെല്ലാവർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.